നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഒക്ടോബർ 30 വ്യാഴാഴ്ചയാണ്, തുലാം 13 പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് 24ന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് ബ്രേക്സിൽ വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഇനി ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24ന്റെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും, തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷും, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും, കോഴിക്കോട് നിന്ന് മിഥില ബാലനും, ബീഹാറിലെ പട്നയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി വിനീത വിജിയും ചേരും. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്കാണ്, ഡൽഹിയിൽ നിന്ന്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. രാജ്യതലസ്ഥാനത്ത് നിന്ന് നമുക്ക് ഇന്ന് എന്തൊക്കെ വാർത്തകൾ പ്രതീക്ഷിക്കാം? ക്രിസ്റ്റീന, പ്രധാനമായും ഇന്ന് നിരവധി വാർത്തകൾ രാജ്യതലസ്ഥാനത്ത് നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഗുജറാത്തിലേക്ക് എത്തുകയാണ് ഇന്ന്. അത് രാഷ്ട്രീയ ഏകതാ ദിവസ് പരിപാടിയിൽ നാളെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ പ്രധാനമന്ത്രി സ്വന്തം സംസ്ഥാനത്തേക്ക് 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം എത്തുന്നത്. ഇതാണ് ഡൽഹിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാനമായ വാർത്ത. ഇതോടൊപ്പം തന്നെയാണ് ഈ SIRമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ. പശ്ചിമ ബംഗാൾ ശക്തമായ എതിർപ്പ് SIRമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇതാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന തൃണമൂൽ കോൺഗ്രസിന്റെ അവലോകന യോഗത്തിലും ഈ SIR നടപടികളെ ശക്തമായി എതിർക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതിന്റെ തുടർ പ്രതികരണങ്ങൾ പശ്ചിമ ബംഗാളിൽ നിന്നും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് മറ്റ് നിരവധി വാർത്തകൾ ഇന്നും രാജ്യതലസ്ഥാനത്തു നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകളുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് കൂടി ചേരുകയാണ്. പ്രതീഷ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് തെക്കൻ കേരളത്തെ സജീവമാക്കി നിർത്തുന്ന വാർത്തകൾ ഏതൊക്കെയായിരിക്കും? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളായിരിക്കും തെക്കൻ ജില്ലയിൽ നിന്ന് ഇന്ന് പ്രധാനമായും ഉണ്ടാകുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ ഇന്നലെ ഒരു ഉപസമിതി രൂപീകരിച്ചിരുന്നു. PM ശ്രീ പദ്ധതിയുടെ തുടർ നടപടികൾ ആലോചിക്കാനും അത് വിലയിരുത്താനും വേണ്ടിയിട്ടാണ് തുടർ സമിതിയെ രൂപീകരിച്ചത്. പക്ഷേ ഈ തുടർ സമിതിയുടെ നീക്കങ്ങൾ, നടപടികൾ വൈകും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അതിൻ്റെ നടപടികളുടെ തിരക്കിലായിരിക്കും മന്ത്രിമാരും ഒപ്പം. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കഴിഞ്ഞതിന് ശേഷമേ ഉപസമിതി യോഗം ചേർന്ന് മറ്റ് നീക്കങ്ങളിലേക്ക് കടക്കൂ എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ദേശാഭിമാനിയിൽ MA ബേബിയെ അഭിനന്ദിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട്. ഈ MA ബേബി തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്ത പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നതാണ് പ്രകാശ് ബാബു എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. എന്തായാലും നിലവിൽ CPIയും CPMും തമ്മിലുള്ള തർക്കം പരിഹരിച്ചിട്ടുണ്ട് എന്നതാണ് മുന്നണിയെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യം. മറ്റൊന്ന്, ഇന്നലെ മുഖ്യമന്ത്രി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. അതിൽ ആശമാരുടെ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചതായിരുന്നു പ്രഖ്യാപനങ്ങളിലൊന്ന്. പക്ഷേ ആ പ്രഖ്യാപനങ്ങളിൽ ആശമാർ സംതൃപ്തരല്ല. 21,000 രൂപയാണ് അവർ ഓണറേറിയമായി ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ സമരം തുടരാനാണ് തീരുമാനം. ഇന്ന് സംസ്ഥാന കമ്മിറ്റി കൂടി തുടർ നടപടികൾ ആശമാർ ആലോചിക്കും. മറ്റൊന്ന് ഈ SIR ആണ്. SIRമായി ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ നവംബർ 4 തന്നെ ഈ BLOമാർ വീട്ടിലെത്തി വെരിഫിക്കേഷൻ നടപടികൾ ആരംഭിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഷ്ട്രീയ കക്ഷികൾ കടുത്ത എതിർപ്പ് ഇന്നലെ അറിയിച്ചെങ്കിൽ കൂടിയും ഈ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. CPMും കോൺഗ്രസും ഉൾപ്പെടെ നിയമപരമായി നേരിടാനുള്ള ചില ആലോചനകളും ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഇതാണ് പ്രധാനമായും ഇന്ന് തലസ്ഥാനത്ത് നിന്ന് സംഭവിക്കാനുള്ളത്. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകളാണ് MG പ്രതീഷ് പങ്കുവച്ചത്. ഇനി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടി ചേരുകയാണ്. മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള ചർച്ചയ്ക്ക് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി തന്നെ ഔദ്യോഗികമായി മറുപടി നൽകിയിരുന്നു. മെസ്സി എത്തുന്നില്ല എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ സ്ഥിരീകരിച്ചു. അപ്പോഴും ഈ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ടുള്ള അവ്യക്തതകൾ തുടരുകയാണ്. GCDA വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, അവരാണ് ആ സ്റ്റേഡിയത്തിന്റെ കസ്റ്റോഡിയൻസ്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സ്പോൺസറുമായി ഒരു ബന്ധവുമില്ല എന്നാണ് GCDA ചെയർമാൻ ഇന്നലെ വ്യക്തമാക്കിയത്. ഞങ്ങൾക്ക് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന സംഘടനയുമായാണ്, അല്ലെങ്കിൽ അവരുമായാണ് ബന്ധമുള്ളത്, അവർക്കാണ് സ്റ്റേഡിയം കൈമാറിയത്. പക്ഷേ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഇതുവരെ ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. മന്ത്രിയാണ് അതിൻ്റെ ചെയർമാൻ. പക്ഷേ മന്ത്രി ഇത്തവണ ഈ ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും എന്താണ് കരാറ്, എത്ര രൂപക്കാണ് കരാറ്, എത്ര നാൾ വരെയാണ് കരാറ് എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയും
വരുത്തിയിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതും ഏറെ ചർച്ചയായിരിക്കും. കോൺഗ്രസും ഇത് രാഷ്ട്രീയമായി തന്നെ നേരിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരുന്ന പ്രതിഷേധങ്ങളൊക്കെ ഇന്നലെ കണ്ടതാണ്. ഇന്ന് ഇതിൻ്റെ തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകും. കോൺഗ്രസിൻ്റെ പ്രതിരോധങ്ങളെ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളെയൊക്കെ ശക്തമായി പ്രതിരോധിക്കാനാണ് CPIM-ന് തീരുമാനം. അങ്ങനെ ജില്ലയിൽ ഒരു കോൺഗ്രസ് CPM രാഷ്ട്രീയ തർക്കത്തിലേക്ക് കൂടി സ്റ്റേഡിയം വിഷയം മാറിയിട്ടുണ്ട്. ഒപ്പം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതികളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രതികരണങ്ങളും കൊച്ചിയിൽ നിന്നുണ്ടാകും. VD സതീശൻ അടക്കമുള്ള ആളുകൾ കൊച്ചിയിലുണ്ട്. ക്രിസ്റ്റീന. ശരി, വിഷ്ണു സുരേഷാണ് മധ്യ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകളുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി കോഴിക്കോട് നിന്ന് മിഥില ബാലൻ കൂടി ചേരുകയാണ്. വടക്കൻ കേരളത്തിൽ എന്തൊക്കെയായിരിക്കും ഇന്നത്തെ വാർത്താ ദിനത്തിൽ സംഭവിക്കുക എന്ന് നോക്കാം. മിഥില, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ ഫ്രഷ് കട്ട് യൂണിറ്റ് അതിന്ന് തുറന്ന് പ്രവർത്തിക്കുമോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പ്രദേശവാസികൾക്ക് കുറേ ആശങ്കകളൊക്കെ ഉണ്ടല്ലോ. ഇതുമായൊക്കെ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വടക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് വരാൻ സാധ്യതയില്ല. ഒപ്പം തന്നെ അവിടെ മഴയുണ്ടോ എന്ന്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ചെറിയ രീതിയിലുള്ള ഒരു ചാറ്റൽ മഴയുണ്ട്. മറ്റ് മഴക്കെടുതികൾ മറ്റു കാര്യങ്ങളൊന്നുമില്ല. കോഴിക്കോട് നിന്ന് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് വരാനുള്ള വാർത്ത എന്നത് കോഴിക്കോട്ടെ കാര്യം എടുക്കുകയാണെങ്കിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫ്രഷ് കട്ട് തുറന്ന് പ്രവർത്തിക്കുമോ എന്നത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം ഇന്നുണ്ടാകും എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഫെസിലിറ്റേഷൻ കമ്മിറ്റി യോഗം ചേരും. ഇന്നലെ സർവകക്ഷി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ആ സർവകക്ഷി യോഗത്തിൽ ശുചിത്വ മിഷനും ഒപ്പം തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡും ഈ ഫ്രഷ് കട്ടിന് അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷം എന്താണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കും വൈകിട്ടാണ് ഈ യോഗം ചേരുക. അതിനുശേഷമായിരിക്കും ഇത്തരം കാര്യത്തിൽ, അതായത് ഫ്രഷ് കട്ട് തുറക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇന്നുണ്ടാകും. മറ്റൊന്ന്, പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് വടകര DYSP R ഹരിപ്രസാദിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചുണ്ട്. രാവിലെ 11 മണിക്കാണ് മാർച്ച് തീരുമാനിച്ചിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയാണ് ഈ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്. DCC അധ്യക്ഷൻ K പ്രവീൺ കുമാറാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുക. പാലക്കാട്ടേക്ക് പോവുകയാണെങ്കിൽ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധമുണ്ട്. വയനാട് പ്രിയങ്കാ ഗാന്ധിയുണ്ട്. പ്രിയങ്കാ ഗാന്ധി ഇന്നലെയാണ് എത്തിയത്. ഇന്നലെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായിരുന്നു വിവിധ പരിപാടികളിൽ പങ്കെടുത്തത്. ഇന്ന് വയനാട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ക്രിസ്റ്റീന. മിഥില ബാലനാണ് വടക്കൻ കേരളത്തിലെ വാർത്തകളുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി പട്നയിൽ നിന്ന് വിനീത VG കൂടി ചേരുകയാണ്. വിനീത, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പട്നയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2ാം തവണയും പ്രചാരണത്തിനായി എത്തുന്നു. മറ്റു പാർട്ടികളിലെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ എങ്ങനെ നടക്കുന്നു? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി ഇന്ന് 2ാം തവണയാണ് ബീഹാറിലേക്ക് എത്തുന്നത്. 1ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് ഇനി ഏതാണ്ട് കഷ്ടിച്ച് ഒരാഴ്ച പോലുമില്ല. അതിശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ് എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി ഇന്ന് ബീഹാറിൽ തുടരുകയാണ്. അദ്ദേഹം 2 ഇടങ്ങളിലാണ് ഇന്ന് പൊതുസമ്മേളനവും ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിലും പങ്കെടുക്കുന്നത്. ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരൊക്കെ ഇന്ന് ബീഹാറിൽ വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച NDA സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇന്നലെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയായി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂട് പിടിക്കുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ NDA സർക്കാരിനെതിരെ ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്കെതിരെയും SIR, വോട്ട് മോഷണം എന്നിങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതേസമയം കോൺഗ്രസിനും RJDക്കുമെതിരെ അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അമിത്ഷായും ഒരു മറുപടി എന്ന രീതിയിൽ നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്നും വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ റാലികളും പൊതുസമ്മേളനങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകും. പ്രധാനമന്ത്രി ഇന്ന് ഉച്ചയോടുകൂടിയായിരിക്കും ബീഹാറിലേക്ക് എത്തിച്ചേരുക. ശേഷം അദ്ദേഹം 2 മേഖലകളിലായി പൊതുസമ്മേളനത്തിലും ഒപ്പം തന്നെ റാലിയിലും പങ്കെടുക്കും. മറുവശത്ത് രാഹുൽ ഗാന്ധിയും ഇന്ന് റാലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കുന്നുണ്ട്. ഇന്നലത്തേതിന് സമാനമായിട്ടുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും നിറയുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രിസ്റ്റീന. ശരി, വിനീത VGയാണ് ബീഹാറിലെ പട്നയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ചേർന്നത്. ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയെ ഉറ്റുനോക്കി ലോകം വ്യാപാര യുദ്ധത്തിൽ അയവുണ്ടാകുമോ എന്നാണ് ആകാംക്ഷ. അല്പസമയത്തിനകം ദക്ഷിണ കൊറിയയിലെ ബുസാനിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. ലോകം ഉറ്റുനോക്കുകയാണ്, വ്യാപാര കരാറിൽ ഒരു അയവുണ്ടാകുമോ? അത്തരത്തിലൊരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ വിപണികളെയൊക്കെ വലിയ രീതിയിൽ സ്വാധീനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ?
വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ക്രിസ്റ്റീൻ സൂചിപ്പിച്ച പോലെ തന്നെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് ദക്ഷിണ കൊറിയയിൽ നടക്കാനിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ നടത്തുന്ന ഈ കൂടിക്കാഴ്ച തീരുവ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഏറ്റവും പ്രസക്തമാകുന്നതും. ഈ ഒരു കൂടിക്കാഴ്ചയിൽ അനുകൂലമായ ദിശയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ള പ്രതീക്ഷയാണ് വിവിധ രാജ്യങ്ങൾ ഇതിനകം തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവന നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മഹത്തായ കരാറിൽ ഒപ്പുവെക്കും എന്നായിരുന്നു അദ്ദേഹം ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിക്കിടെ പറഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു കൂടിക്കാഴ്ചയുടെ പ്രസക്തി വർദ്ധിക്കുന്നതും. കഴിഞ്ഞ മാസങ്ങളായി തുടരുന്ന തീരുവ യുദ്ധത്തിൽ ചൈനയ്ക്കെതിരെ 100% തീരുവ പ്രഖ്യാപിച്ചിരുന്നു US. ഇതിന് ശേഷമാണ് ഇത്തരത്തിൽ ചർച്ചകൾ മുന്നോട്ട് പോയതും ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങുകയും ചെയ്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇതിൽ വിട്ടുവീഴ്ചയ്ക്ക് ഇരു രാജ്യങ്ങളും നീങ്ങിയേക്കുന്നു എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. പ്രധാനമായും ഈ കാർഷികോൽപ്പന്നങ്ങൾ US-ൽ നിന്നും ചൈന വാങ്ങാൻ തയ്യാറാകാത്തത് ആണ് ഏറ്റവും വലിയ തടസ്സമായി. അതിൽ ഏറ്റവും പ്രത്യേകിച്ച് സോയാബീൻ വാങ്ങാൻ തയ്യാറാകാത്തതാണ് ഏറ്റവും വലിയ ഒരു തടസ്സമായി US ചൂണ്ടിക്കാണിച്ചത്. ഇതോടൊപ്പം തന്നെയാണ് മറ്റ് വിവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതുക്കൾ സംബന്ധിച്ച് ചൈന എടുത്ത തീരുമാനവുമാണ് ഈ കരാറിൽ US-നെ പ്രകോപിപ്പിച്ചത്. നിലവിൽ ഈ സോയാബീൻ US-ൽ നിന്നും വാങ്ങാൻ ചൈനീസ് കമ്പനി നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ അനുകൂലമായ ഒരു തീരുമാനം ഈ കൂടിക്കാഴ്ചയ്ക്കിടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രസക്തം 6 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നത് എന്നുള്ളതും പ്രസക്തമാണ്. 2019 ഏറ്റവും ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയത്. അത് ജപ്പാനിൽ വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ചയെങ്കിൽ ദക്ഷിണ കൊറിയയിലാണ് ഇപ്പോൾ വീണ്ടും ഒരു നിർണായകമായ കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങുന്നത്. ക്രിസ്റ്റീന, വ്യാപാര കരാറിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്ന് അല്പസമയത്തിനകം ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കും. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ച് ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം മുരാരി ബാബുവുമായി വൈകാതെ തെളിവെടുപ്പ് നടത്തും. തട്ടിപ്പിനെക്കുറിച്ച് ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതായാണ് വിവരം. കേസിലെ പ്രതികളായ ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥരെ ഉടൻ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇവരുടെ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങൾ കിട്ടിയാൽ അറസ്റ്റിലേക്ക് കടന്നേക്കും. അവരുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും. തിരുവനന്തപുരം കല്ലിയൂരിലെ അമ്മയെ മകൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. കല്ലിയൂർ സ്വദേശി വിജയകുമാരിയാണ് കൊല്ലപ്പെട്ടത്. മകൻ അജയകുമാറിനെ കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി ചേരുന്നത് MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീക്ഷ, അതിക്രൂരമായ ഒരു കൊലപാതകമാണെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണല്ലോ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്റ്റീന, തീർച്ചയായും ക്രൂരമായ കൊലപാതകമാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തിരുവനന്തപുരം കല്ലിയൂരിൽ നടന്നത്. മദ്യപാനം തടഞ്ഞതിൽ പ്രകോപിതനായ മകൻ അമ്മയെ കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു. 11:30 കല്ലിയൂരിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ഒരു കുപ്പി മദ്യം കഴിച്ച ശേഷം രണ്ടാമത് വീണ്ടും മദ്യപിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ ഇത് വിലക്കി. ഇതിൽ പ്രകോപിതനായ മകനാണ് അമ്മ വിജയകുമാരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ഈ കൊലപാതകം ക്രൂരമായാണ് ഈ പ്രതി നടത്തിയത്. ഈ അമ്മയുടെ ഈ കൈയിലെയും കാലിലെയും ഞരമ്പുകൾ അറുത്തിരുന്നു. പിന്നീട് ഈ കിണറിന് സമീപത്ത് കൊണ്ടുപോയി കഴുത്തിറക്കുകയായിരുന്നു. ഈ കൊലപാതക ശേഷം മദ്യം ഉപയോഗിച്ച ഈ മൃതദേഹം കത്തിക്കാനുള്ള ശ്രമവും പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. നാട്ടുകാർ ഉൾപ്പെടെ ഓടിക്കൂടിയെങ്കിലും അവർക്ക് നേരെയും പ്രതിയുടെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായി. മദ്യക്കുപ്പികൾ നാട്ടുകാർക്ക് നേരെ വലിച്ചെറിഞ്ഞിരുന്നു. ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഈ മദ്യാസക്തിയുള്ള ആളാണ് ഈ പ്രതി അജയകുമാർ എന്നതാണ് പോലീസും നാട്ടുകാരും പറയുന്നത്. 5 തവണ ഡി അഡിക്ഷൻ സെന്ററിൽ ഈ പ്രതിയെ എത്തിച്ചിരുന്നു. പക്ഷേ പിന്നീടും മദ്യപാനം തുടരുകയായിരുന്നു എന്നതാണ് പോലീസും പറയുന്നത്. ഇന്ന് രാവിലെയോടുകൂടി മാത്രമേ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കൂ. അതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ഈ നേമം പോലീസ് എത്തിയാണ് ഇന്നലെ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. മറ്റ് തുടർ നടപടികൾ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ആരംഭിക്കുമെന്നതാണ് പോലീസും അറിയിച്ചിരിക്കുന്നത്. മദ്യപാനമാണ് അതിദാരുണമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മൂലൻസ് ഗ്രൂപ്പിന്റെ 40ാമത് വാർഷികാഘോഷ പരിപാടികൾ അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ വ്യവസായ സിനിമാ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മൂലൻസ് ഗ്രൂപ്പിന്റെ ആദ്യ നിക്ഷേപകനായ ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുൽ അസീസ് അൽ സലേഹിനെ ചടങ്ങിൽ ആദരിച്ചു.
മുലൻസ് ഗ്രൂപ്പ് ബ്രാൻഡ് അംബാസഡർ നടൻ ആസിഫ് അലി ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിലെ സൂപ്പർ മാർക്കറ്റുകളിലെയും പ്രോഡക്റ്റ് യൂണിറ്റുകളിലെയും 1000-ഓളം ജീവനക്കാരും ചടങ്ങിൽ പങ്കാളികളായി. നടി ശോഭന അവതരിപ്പിച്ച നൃത്തവും ഗായകൻ വിജയ് യേശുദാസ്, നിത്യ മാമൻ, സിദ്ധാർത്ഥ് മേനൻ തുടങ്ങിയവരുടെ സംഗീത വിരുന്നും ചടങ്ങിന് മാറ്റുകൂട്ടി. മുലൻസ് ഗ്രൂപ്പ് നിർമ്മിക്കുന്ന പുതിയ ചിത്രമായ GDN-ന്റെ ടീസർ റിലീസ് ചെയ്തു. സിനിമാ താരങ്ങളായ ആർ മാധവൻ, ജയറാം, സത്യരാജ്, പ്രിയാമണി, രമേശ് പിഷാരടി എന്നിവരും ചടങ്ങിനെത്തി. മുലൻസ് ഗ്രൂപ്പ് സ്ഥാപകൻ ഡോക്ടർ വർഗീസ് മൂലൻ എഴുതിയ ഈ പ്രവാസികളിൽ ഒരുവൻ എന്ന നോവലിന്റെ 3ാം പതിപ്പ് ചടങ്ങിൽ പ്രകാശനം ചെയ്തു. മുലൻസ് ഗ്രൂപ്പിൽ 25ഉം 35ഉം വർഷം പൂർത്തിയാക്കിയ ജീവനക്കാർക്ക് കാറും 15 വർഷം പൂർത്തിയാക്കിയ ജീവനക്കാർക്ക് ബൈക്കും സമ്മാനിച്ചു. ചീനിക്കുഴി കൂട്ടക്കൊലക്കേസിൽ ഇന്ന് ശിക്ഷാവിധി. സ്വത്തിനു വേണ്ടി മകനെയും കുടുംബത്തെയും ചുട്ടുകൊന്ന പ്രതി ഹമീദ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇടുക്കി അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. മട്ടൻ കറി കിട്ടാത്തതിന് മകനെയും കുടുംബത്തെയും ചുട്ടുകൊന്നു എന്ന പേരിൽ കുപ്രസിദ്ധമായ കേസിലാണ് ഇന്ന് ശിക്ഷാവിധി. 2022 മാർച്ച് 19-നായിരുന്നു തൊടുപുഴ ചീനിക്കുഴിയിൽ ആലിയക്കുന്നൽ മുഹമ്മദ് ഫൈസൽ, ഷീബ, മെഹറിൻ, അസ്ന എന്നിവരെ ഫൈസലിന്റെ പിതാവ് ഹമീദ് പെട്രോൾ ഒഴിച്ച് ചുട്ടുകൊന്നത്. സ്വത്തിനു വേണ്ടിയുണ്ടായ നിരന്തര തർക്കമായിരുന്നു കൂട്ടക്കൊലയ്ക്ക് കാരണം. 2 പിഞ്ചുകുട്ടികളെ അടക്കം കൊലപ്പെടുത്തിയ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രതിക്ക് ശ്വാസമുട്ടടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും പ്രായമടക്കം പരിഗണിച്ച് ശിക്ഷ കുറയ്ക്കണമെന്നും പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. വിചാരണ വേളയിൽ പ്രതിയുടെ അടുത്ത ബന്ധുവായ സാക്ഷി മൊഴി മാറ്റിയെങ്കിലും കേസിനെ അത് പ്രതികൂലമായി ബാധിച്ചില്ല. 24 തൊടുപുഴ. മലപ്പുറം എടവണ്ണയിൽ സിതി ഹാജി ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. സെന്ററിൽ നിന്ന് നൂറുകണക്കിന് പാവപ്പെട്ട കിഡ്നി രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യാനാകും. PK ബഷീർ MLA ചെയർമാനായ സിതി ഹാജി ചാരിറ്റീസാണ് ഡയാലിസിസ് സെന്റർ പണി കഴിപ്പിച്ചത്. സിതി ഹാജിയുടെ സ്മരണക്കായി PK ബഷീർ MLAയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസമേകുന്ന എടവണ്ണയിലെ സൗജന്യ ക്യാൻസർ സെന്ററിന് പുറമെയാണ് കിഡ്നി രോഗികൾക്ക് ആശ്വാസമേകുന്ന ഡയാലിസിസ് സെന്റർ കൂടി ആരംഭിച്ചത്. അപ്പോൾ നമ്മളെ ഒരു കൺസെപ്റ്റ് എന്താണ്, ഈ ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഒരു താങ്ങായി, ഒരു തണലായി ഒരു സ്ഥാപനം. ഇതുപോലുള്ള ആരോഗ്യ രോഗങ്ങൾ വന്നാൽ സാധാരണക്കാരുണ്ടാകുന്ന പ്രയാസം, ബുദ്ധിമുട്ട്. എൻ്റെ കുടുംബപരവും സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പക്ഷെ എന്നാലും ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചു. നമുക്കറിയാം, എത്ര സാമ്പത്തികം ഉണ്ടെങ്കിലും 10 കൊല്ലം 12 കൊല്ലം ഒക്കെ ഡയാലിസിസ് വിധേയമാകുമ്പോൾ ഏത് കുടുംബവും എത്രയാണെങ്കിലും സാമ്പത്തികമായി പ്രയാസപ്പെടും. 10 മെഷീനുകളോടെ 36 രോഗികൾക്ക് തീർത്തും സൗജന്യമായി ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യത്തോടെയാണ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. പ്രിയങ്ക ഗാന്ധി MP ഡയാലിസിസ് സെന്റർ നാടിന് സമർപ്പിച്ചു. എൻ്റെ വാപ്പ ഒരുപാട് പ്രയാസം അനുഭവിച്ച്, ജീവിതത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിച്ചവനാണ്. അങ്ങനെ സ്വയം പ്രയത്നം കൊണ്ടാണ് കച്ചവടമൊക്കെ ചെയ്ത് സാമ്പത്തികമായിട്ടും ഒക്കെ ഉയർന്നു വന്ന് പിന്നീട് രാഷ്ട്രീയത്തിൽ വന്ന് മുസ്ലിം ലീഗിലൂടെ ഒക്കെ വന്ന്. പക്ഷേ വാപ്പാൻ്റെ ഒരു പോളിസി ഉണ്ടായിരുന്നു, പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത്. അത് എപ്പോഴും നമ്മളോടൊക്കെ പറയും. അതാണ് എൻ്റെ രാഷ്ട്രീയ ഗുരു. ചടങ്ങിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. സിതി ഹാജി സെന്റർ ഫോർ ചാരിറ്റീസ് ട്രസ്റ്റിന്റെ കീഴിൽ സുമനസ്സുകളുടെയും പ്രവാസികളുടെയും സഹകരണത്തോടെയാണ് ഡയാലിസിസ് സെന്റർ നിർമ്മിച്ചത്. സമീർ ബിൻ കരീം, 24 മലപ്പുറം. കോഴിക്കോട് 7 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതികൾ കസ്റ്റഡിയിൽ. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടക്കാവ് പോലീസാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ ഹൈക്കോടതി പ്രതികളായ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ദീപിക അന്തർജനം എന്നിവർക്ക് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. മിഥില, ഗുഡ് മോർണിംഗ് അഗെയിൻ. 2013 നടന്ന കൊലപാതകത്തിൽ ഇപ്പോൾ പ്രതികൾ കസ്റ്റഡിയിലായിരിക്കുകയാണല്ലോ, അല്ലേ? തീർച്ചയായും ക്രിസ്റ്റീന, 2013 ഈ ഒരു കൊലപാതകം നടന്നത്. ദാരുണമായ ഒരു കൊലപാതകമായിരുന്നു. വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്ത ഈ ഒരു കൊലപാതകമായിരുന്നു ഈ 7 വയസ്സുകാരിയുടേത്. അതിൽ ഇന്ന് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി പ്രതികൾക്കെതിരെ വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. പ്രതികളായ കുട്ടിയുടെ അച്ഛൻ സുബ്രഹ്മണ്യ നമ്പൂതിരി, രണ്ടാനമ്മ ദീപിക അന്തർജനം എന്നിവർക്കാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപ്രകാരമാണ് നടക്കാവ് പോലീസ് ഈ പ്രതികളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് ഈ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. രാമനാട്ടുകരയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുന്നതിനിടയിലാണ് പ്രതികൾ കസ്റ്റഡിയിലായിട്ടുള്ളത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു സംഭവം എന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട കീഴ്ക്കോടതി വിധിക്കെതിരെ പ്രോസിക്യൂഷൻ മേൽക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. അതുപ്രകാരമാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഇവർക്ക് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ഇവരെ അറസ്റ്റ് ചെയ്യണമെന്ന ഒരു നിർദ്ദേശവും നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നടക്കാവ് പോലീസ് സ്റ്റേഷനിലാണ് ഈ പ്രതികളുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കും. ക്രിസ്റ്റീന.
മിഥില, ഇന്ന് ഇനി ഉണ്ടാകാൻ പോകുന്ന നടപടികൾ എന്തൊക്കെയാണ്? ഇവരെ അല്പസമയത്തിനുള്ളിൽ കോടതിയെ ഹാജരാക്കും, ഇനി വൈദ്യപരിശോധന ഉണ്ടാകും, മറ്റു നടപടികൾ എന്തൊക്കെ നടപടികളിലേക്കായിരിക്കും എന്ന് അന്വേഷണ സംഘം കടക്കുക? ക്രിസ്റ്റീന, തീർച്ചയായും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഹാജരാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2013 കേസാണ്. പൊള്ളലേൽപ്പിച്ചും മർദ്ദിച്ചും കൊലപ്പെടുത്തി എന്ന ഒരു കുറ്റമായിരുന്നു ഇവർക്കെതിരെ ഉണ്ടായിരുന്നത്. മാത്രമല്ല അയൽക്കാരെല്ലാം തന്നെ ഈ അച്ഛനും ഒപ്പം തന്നെ രണ്ടാനമ്മയ്ക്കുമെതിരെ വലിയ രീതിയിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. കുട്ടിയെ മർദ്ദിക്കുന്നുണ്ടായിരുന്നു, ഇവർ നിരന്തരം കുട്ടിക്ക് മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അയൽക്കാരും അന്ന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ പ്രമാദമായ ഒരു കേസ് തന്നെയായിരുന്നു ഈ 7 വയസ്സുകാരിയുടെ കൊലപാതകം എന്നത്. അതിലാണ് ഇപ്പോൾ വീണ്ടും ഈ പ്രതികൾ, അതായത് അച്ഛനും രണ്ടാനമ്മയും കസ്റ്റഡിയിലായിട്ടുള്ളത്. ഇനി പോലീസ് നടപടി വേഗത്തിലാക്കും. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഒരു ഇടപെടലുള്ളത് കൊണ്ട് തന്നെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും വേഗത്തിൽ കോടതിയിൽ ഹാജരാക്കുക. ക്രിസ്റ്റീന. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ICC വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും. ഉച്ചതിരിഞ്ഞ് 3 നടക്കുന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യൻസായ ഓസ്ട്രേലിയയാണ് എതിരാളികൾ. 3ാം ഫൈനലാണ് ഇന്ത്യയുടെ ലക്ഷ്യം. 2005, 2017 ലോകകപ്പുകളിലാണ് മുൻപ് ഇന്ത്യ ഫൈനലിൽ എത്തിയിട്ടുള്ളത്. അതേസമയം ടൂർണമെന്റിൽ തോൽവി അറിയാത്ത ഏക ടീമായ ഓസ്ട്രേലിയ 8ാം കിരീടത്തിലേക്ക് ഒരു പടി കൂടി അടുക്കുമെന്ന പ്രതീക്ഷയിലാണ്. മ്യാൻമർ സൈന്യം സൈബർ ക്രൈം കോമ്പൗണ്ടിൽ നടത്തിയ റെയ്ഡിനെ തുടർന്ന് തായ്ലൻഡിലേക്ക് പലായനം ചെയ്ത 1500 വിദേശ പൌരന്മാരിൽ 500ഓളം ഇന്ത്യൻ പൌരന്മാർ എന്ന റിപ്പോർട്ടുകൾ. തായ്ലൻഡ് അതിർത്തി കടന്നതിന് തടവിലാക്കപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ വിമാനം അയക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് തായ് പ്രധാനമന്ത്രി അനുതിൻ ചാൻവിരകുൾ വ്യക്തമാക്കി. തടവിലാക്കപ്പെട്ട ഇന്ത്യക്കാരുടെ വിവരങ്ങൾ വിദേശ മന്ത്രാലയത്തിന് അറിയാമെന്നും അവരെ തിരിച്ചെത്തിക്കാൻ തായ്ലൻഡുമായി ചേർന്ന് പ്രവർത്തിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സ്ഥാനാർത്ഥിക്ക് നേരെ ആക്രമണം. ഗയയിലെ ദിഗോറ ഗ്രാമത്തിൽ വെച്ചാണ് ആക്രമണമുണ്ടായത്. ഹിന്ദുസ്ഥാനി അവാം മോർച്ച സ്ഥാനാർത്ഥിയും MLAയുമായ അനിൽകുമാറിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വിവരങ്ങളുമായി വിനീത VG ചേരുകയാണ് വീണ്ടും ബീഹാറിൽ നിന്ന്. വിനീത, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്തായിരുന്നു ഈ ആക്രമണത്തിന് പ്രകോപനമായത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. സൂചിപ്പിച്ചതുപോലെ തന്നെ ഗയയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് ആക്രമണം ഉണ്ടായത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഗയയിലെ ഡിക്കോറ ഗ്രാമത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയതായിരുന്നു നിലവിലെ MLAയും സ്ഥാനാർത്ഥിയുമായ അനിൽകുമാർ. അദ്ദേഹത്തിന്റെ വാഹനം ഈ പ്രചരണത്തിനായി എത്തിയപ്പോൾ തന്നെ ഒരു കൂട്ടം ആളുകൾ അവിടേക്ക് തടിച്ചുകൂടുകയും വാഹനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ 25-ലധികം ആളുകൾ പെട്ടെന്ന് തടിച്ചുകൂടിയത് കാരണം അദ്ദേഹം പുറത്തേക്കിറങ്ങാൻ തയ്യാറായില്ല. തുടർന്നാണ് ഗ്രാമവാസികൾ വാഹനത്തിന് നേരെ കല്ലെറിയുകയും ഒപ്പം തന്നെ വാഹനം ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഒപ്പം അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിന്നീട് ഈ ആൾക്കൂട്ടത്തെ തിരിച്ചുവിടുന്നതിനായി വെടിയുതിർത്തതായും റിപ്പോർട്ടുകളുണ്ട്. ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ തർക്കം, കൃത്യമായ റോഡ് നിർമ്മാണം നടത്തിയിട്ടില്ല എന്നൊക്കെ ആരോപിച്ചാണ് ഈ ഗ്രാമവാസികൾ വോട്ട് തേടിയെത്തിയ MLAയും നിലവിലെ MLAയും ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയുമായ ഹിന്ദുസ്ഥാനി അവാം മോർച്ച സ്ഥാനാർത്ഥിയുമായ അനിൽകുമാറിന് നേരെ ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന. ഹിന്ദുസ്ഥാനി അവാമി മോർച്ച നേതാവ് അനിൽകുമാറിനെതിരായ ആക്രമണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പട്നയിൽ നിന്ന് വിനീത VG. ന്യൂസ് ബ്രേക്സ് പൂർണ്ണമാവുകയാണ്.